എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരിക്ക ചക്ക വഴറ്റി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ചക്ക കൂടുതലുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ വഴറ്റി വെക്കുവാണെങ്കിൽ അത് കൂടുതൽ നാൾ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചക്ക വഴറ്റിയിട്ട് നമുക്കൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ അതുകൊണ്ട് നമുക്ക് ചക്ക അടയും ചക്ക പായസവും ഒക്കെ തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വഴറ്റി വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചക്ക വഴറ്റാനായിട്ട് നമ്മൾ വരിക്കച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇടത്തരം വരിക്കച്ചക്ക എടുത്തിരിക്കുവാണ്. ആദ്യം നമുക്കിതൊന്ന് മുറിക്കാം. ഇനി ഇതിൻ്റെ ചുള പറിച്ച് കുരുവൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ കുരു കളഞ്ഞ് ചുള പറിച്ച് നമ്മൾ എടുത്തപ്പോഴത്തേക്കും ഇത് ഏകദേശം 2 കിലോയോളം ഉണ്ട്. ഇനി ഇത് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതുപോലെ പിടിച്ചിട്ട് കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി. കട്ടിംഗ് ബോർഡിൽ വെക്കുവാണെങ്കിൽ കൂടുതൽ എണ്ണം നമുക്ക് എളുപ്പത്തിൽ അരിയാൻ പറ്റും. ഇതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ കാണും. അപ്പോൾ നമ്മളിത് ഉരുക്കി അരിച്ചാണ് എടുക്കുന്നത്. 1/2 കിലോ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറുകി വരുമൊന്നും വേണ്ട. കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രത്തിലോ ആണ് ചക്ക വഴറ്റുന്നത്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോഴത്തേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ അരിപ്പയിൽ കിട്ടിക്കോളും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ചക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇടയ്ക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഏലക്കയും ജീരകവുമാണ്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വേണം. എന്നിട്ട് നമുക്ക് ചക്ക വഴറ്റുന്നതിനകത്തേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വെച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ രീതിയിലേക്ക് ആവുമ്പോഴത്തേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് കൂടി നെയ്യ് പിടിക്കാൻ വേണ്ടി അടുപ്പത്ത് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ രുചികരമായ ചക്ക വഴറ്റിയത് റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് ഏറെ നാൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വരിക്കച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്